എൻ്റെ ചാനലിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വിശകലനം ഇട്ടിരുന്നു. അതായത് ഓരോ മണ്ഡലങ്ങളിലും ആര് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു വിശകലനം ഇട്ടിരുന്നു. ആ വിശകലനത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞിരുന്നു 75 സീറ്റുകളിലേക്ക് എൽ ഡി എഫും അതുപോലെ 65 സീറ്റുകളിലേക്ക് UDF എത്തിച്ചേരാനാണ് സാധ്യത. ഇനി അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം BJP ഉണ്ടാക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 73നും 78നും ഇടയ്ക്ക് സീറ്റുകളിലേക്ക് LDF എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ എറണാകുളം ജില്ലയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. എറണാകുളം ജില്ലയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഞാനതിൽ ഒരു മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞത് അവിടെ KJ മാക്സി എന്ന് പറയുന്ന ഒരു MLA ആണ് കൊച്ചിയിൽ മത്സരിക്കുന്നത്. അദ്ദേഹം നിലവിലുള്ള MLA ആണ്. അദ്ദേഹം പക്ഷേ ഇത്തവണ പരാജയപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് നടക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം നേരത്തെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കോൺഗ്രസിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിലെ ആളുകൾ തന്നെ പുറത്തിറങ്ങും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഞണ്ടുകളുടെ സ്വഭാവം അവർക്ക് കൃത്യമായിട്ടുണ്ട്. ഒരാൾ പാത്രത്തിൽ നിന്ന് ഒരു ഞണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വേറെ ഞണ്ടുകൾ തന്നെ കാലെ പിടിച്ച് താഴേക്ക് വലിച്ചിടും എന്നുള്ളതാണ്. അത്തരത്തിൽ അവിടെ ഡൊമിനിക് പ്രസൻറ്റേഷൻ അടക്കമുള്ള നിരവധി ആളുകൾ വലിയ വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ KJ മാക്സി പരാജയപ്പെടുകയും മുഹമ്മദ് ഷിയാസ് ജയിച്ചു കയറുകയും ചെയ്താൽ നമുക്കറിയാം എല്ലാ കോൺഗ്രസ്സുകാരുടെയും സ്വഭാവത്തിന് ജയിച്ചാൽ പിന്നെ മരിക്കുന്നവരെ അവിടെ MLA ആണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മാങ്കൂട്ടത്തിൻ്റെ പോലെയുള്ള പരിപാടികളൊക്കെ കാണിക്കണം. അങ്ങനെ കാണിക്കാൻ മുഹമ്മദ് ഷിയാസൊന്നും സാധ്യതയില്ലാത്തതുകൊണ്ട് പിന്നെ ആ സീറ്റ് കിട്ടാനൊരു സാധ്യതയില്ല. അതുകൊണ്ട് സീറ്റ് മോഹികളായിട്ടുള്ള നിരവധി പേർ ചെയ്തിട്ടുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഷിയാസിനെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ അഹോരാത്രം പണിപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഭാഗമായി പ്രചരണം പോലും കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ. ഇനി അതിനെയും മറികടന്ന് ഷിയാസ് ജയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. KJ മാക്സിനെ നിലനിർത്താൻ പോകുന്ന ഒരു സീറ്റായിരിക്കും അത്. പക്ഷേ യഥാർത്ഥത്തിൽ CPM പോലും നിഗമനമെന്ന് പറയുന്നത്, ഞാൻ അതിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ KJ മാക്സിയുടെ സീറ്റ് ഇത്തവണ പോകും, കൊച്ചി കിട്ടാൻ ഒരു സാധ്യതയില്ലെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കാരണം അവർക്ക് കൂടി ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു കൊട്ടിക്കലാശം നടത്താനും മറ്റു പ്രചരണ പരിപാടികൾക്കൊക്കെ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആളുകളുള്ള സ്ഥലങ്ങളിലേക്ക് കൊട്ടിക്കലാശം മാറ്റിവെക്കേണ്ടി വന്നു. ഡൊമിനിക് പ്രസൻറ്റേഷൻ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഒരു സഹകരണവും ഇതിനകത്ത് കൊടുത്തില്ല. ഡൊമിനിക് പ്രസൻറ്റേഷനൊക്കെ A ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കണം. A ഗ്രൂപ്പിന് കൃത്യമായി കേരളത്തിൽ കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായി A ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പോലെ മുഹമ്മദ് ഷിയാസിനെതിരായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മറ്റു മതവിഭാഗങ്ങൾക്കിടക്ക് വലിയ തോതിലുള്ള പ്രചരണം മുഹമ്മദ് ഷിയാസിനെതിരെ നടന്നിരുന്നു. അത് നടത്തിയതിൻ്റെ പിന്നിലും കോൺഗ്രസിലുള്ള ആളുകളാണ്. അതുകൂടാതെ ലാറ്റിൻ കാത്തലിക്കിൻ്റെ പിന്തുണയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാധാരണ അവരെല്ലാവരും തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇത്തവണ അത് KJ മാക്സിക്ക് കിട്ടുമോ എന്ന് പറയുന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അത് KJ മാക്സിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിച്ചേർന്നാൽ ഇത്തവണ ഞാൻ നേരത്തെ നിങ്ങളോട് പ്രവചിച്ചിരുന്നത് പോലെ തന്നെ 3 സീറ്റുകളാണ് എറണാകുളത്ത് നിന്ന് കിട്ടാൻ LDFന് സാധ്യത ഉണ്ടായത്. ഒന്ന് P രാജീവിൻ്റെ സീറ്റാണ്. P രാജീവ് പക്ഷേ ഇപ്പോൾ തോൽക്കും എന്ന് പറയുന്ന പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും P രാജീവ് അവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോതമംഗലത്ത് നിന്നുള്ള ആൻ്റണി ജോണാണ്. ആൻ്റണി ജോൺ സ്വന്തം ഇമേജിൻ്റെ പുറത്ത് അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഷിബു തെക്കുംപുറം ആവുമ്പോഴുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഷിബു തെക്കുംപുറം കാരുടെ നമ്പർ ആ മണ്ഡലത്തിൽ വളരെ കൂടുതലാണ്. മൂന്നാമതൊരു മണ്ഡലം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സത്യത്തിൽ 3 എണ്ണമേ കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ തവണ 5 എണ്ണം കിട്ടിയിരുന്നു. അതിൽ മൂന്നാമത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ്. അത് പെരുമ്പാവൂർ സീറ്റാണ്. അത് മനോജ് മൂത്തേടൻ ഇപ്പോഴത്തവണ മത്സരിക്കുന്ന സീറ്റാണ്. അവിടെ നിലവിലുണ്ടായിരുന്ന MLA മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. ഒരുപാട് ചീത്തപ്പേര് കോൺഗ്രസിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാൻ പാടില്ലാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഈ മനോജ് മൂത്തേട്ടനോട് വലിയ തോതിൽ അദ്ദേഹത്തിന് വിരോധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ നിന്ന് മനോജ് മൂത്തേട്ടൻ എങ്ങനെ ജയിച്ചു പോയാൽ ഇനി ഒരു കാലത്തും എൽദോസ് കുന്നപ്പള്ളിക്ക് ആ സീറ്റ് കിട്ടില്ലെന്നറിയാം. അഥവാ മനോജ് മൂത്തേട്ടൻ തോറ്റാൽ അടുത്ത തവണ ആ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാഭം തോൽപ്പിക്കുന്നതാണ് എന്നുള്ളത് എൽദോസ് കുന്നപ്പള്ളിയെ വേറെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 3 സീറ്റുകൾ കിട്ടുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കൊച്ചി കൂടി കിട്ടാൻ ഏതാണ്ട് ഒരു 50% സാധ്യതകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പോരെ മുഹമ്മദ് ഷിയാസ് മത്സരിച്ചാൽ എളുപ്പത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഉള്ളിലെ പോരുകൾ മൂലം കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന നിരവധി സീറ്റുകളിൽ ഒന്നായി
കൊച്ചി കൂടി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സീറ്റ് കൂടി എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത സീറ്റ് കൂടി എൽ ഡി എഫിന് കിട്ടുന്നു.